ഒരു കാര്യം കൊടുവള്ളി സ്വർണ്ണ കവർച്ചാ കേസിൽ വടകര റൂറൽ ഡിവൈഎസ്പി മാധ്യമങ്ങളെ കടന്നു അതിലേക്ക് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശാസ്ത്രീയമായ തെളിവുകൾ, സാഹചര്യ തെളിവുകളെല്ലാം പരിശോധിച്ചതിൻ്റെ ഭാഗമായിട്ട് ഇത്രയും ഗോൾഡ് ക്യാരി ചെയ്തു കൊണ്ടുപോകുന്ന ഒരു ജേണിയെപ്പറ്റി കൃത്യമായിട്ടും വിവരമുള്ള ഒരാളാണ് സ്വാഭാവികമായിട്ടും ഇതിൻ്റെ പിന്നിലെന്ന് പോലീസിന് മനസ്സിലാവുകയും അതിലൂടെയാണ് ഈ കേസിൻ്റെ പ്രധാനിയായിട്ടുള്ള ഇതിലേറ്റവും പ്രധാനപ്പെട്ട കുറ്റവാളികൾ ഒരാളായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന രമേശനെ പോലീസ് മനസ്സിലാക്കുന്നത്. തുടർന്ന് രമേശനെ പോലീസ് അന്വേഷിക്കുകയും രമേശനെ പിടികൂടുകയും രമേശൻ്റെ കൈവശത്തു നിന്നും ഏകദേശം 1.2 കിലോഗ്രാമോളം ഗോൾഡ് പോലീസ് റിക്കവറി നടത്തി. പിന്നീടാണ് രമേശൻ ഈ കേസിലെ പരാതിക്കാരനായിട്ടുള്ള ബൈജുവുമായിട്ട് ബന്ധമുള്ള ഒരാളാണ്. ഇൻ ദ സെൻസ് അവർ മുൻപും സംസാരിക്കുകയും ജോലി സംബന്ധമായിട്ടുള്ള ഇടപാടുകൾ, ജ്വല്ലറി വർക്ക്സുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ പെരുമാറുന്ന ഒരാളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ബൈജുവിൻ്റെ കൈവശം, ഈ കേസിലെ പരാതിക്കാരൻ്റെ കൈവശം ഇത്രയും ഗോൾഡ് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു എന്നതിനെ പറ്റിയിട്ടുള്ളൊരു ധാരണ ഈ കേസിലെ അക്യൂസ്ഡ് ആയിരിക്കുന്ന രമേശനുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഒരു ടീമിനെ അറേഞ്ച് ചെയ്തുകൊണ്ട് ആ ഗോൾഡ് തട്ടിയെടുക്കാം എന്നുള്ളതായിരുന്നു ഈ കേസിലേക്ക് അവർ പ്ലാൻ ചെയ്തിരുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ട് ഗൂഢാലോചന നടത്തുകയും അതിനുവേണ്ടി പറ്റിയ ഒരു സ്ഥലം കണ്ടെത്തുകയും ചെയ്തതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദമായിട്ടുള്ള അന്വേഷണം ഇപ്പോൾ പോലീസ് അതിൻ്റെ ഭാഗത്തു നിന്നും നടത്തുന്നുണ്ട്. അതിന് എന്തൊക്കെയാണ് അവർ പ്രിപ്പറേഷൻ നടത്തിയത് എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ വളരെ വിശദമായിട്ട് പോലീസ് ഈ വിഷയത്തെ അന്വേഷിച്ച് വരികയാണ്. അതിനെ തുടർന്നാണ് ഇങ്ങനെ ഒരു ഒഫൻസ് നടത്തുന്നതിന് വേണ്ടിയിട്ട് തയ്യാറെടുത്ത തൃശ്ശൂരിലെ ഒരു ടീമിനെ മനസ്സിലാക്കുകയും തുടർന്ന് നടത്തിയ സമഗ്രമായ അന്വേഷണത്തിനൊടുവിൽ ആ ഒഫൻസിൽ കൃത്യമായും പങ്കെടുത്ത 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വിപിൻ, ഹരീഷ്, വിമൽ, ഇങ്ങനെ 3 പേരെ പോലീസ് ഇതിനോടകം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു സംഘത്തെ പരിചയപ്പെടുത്തി കൊടുത്ത, ഇതിന് മറ്റ് ഏർപ്പാടുകൾ ചെയ്ത ലതീഷ്, ഇങ്ങനെ ഈ കേസിൽ ഇതുവരെ 5ഓളം പ്രതികളെ പോലീസിന് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം ഈ കേസിലേക്ക് ഉദ്ദേശം 1.3 കിലോഗ്രാമോളം ഗോൾഡ് നമ്മൾക്ക് റിക്കവർ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഈ കേസിലേക്ക് ഉൾപ്പെട്ടിരുന്ന വാഹനങ്ങൾ, മറ്റ് ഗാഡ്ജറ്റ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസ് സീസ് ചെയ്തിട്ടുണ്ട്. ഒപ്പം ഇങ്ങനെ ഒരു ടീമിന് ഒരു പേയ്മെൻറ്റ് ബേസിസിൽ ഒരു കൊട്ടേഷൻ പോലെ നൽകിയ ഒരു 12 ലക്ഷത്തോളം രൂപ അതും പോലീസ് സീസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ കേസിൻ്റെ വിശദാംശം. ഈ കേസിലെ പ്രതിയായിട്ടുള്ള രമേശൻ കൊടുവള്ളിയിൽ തന്നെ ഒരു ജ്വല്ലറി സ്ഥാപനം നടത്തുന്ന ഒരാളാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് അവർക്ക് ഒരു നോളജ് ഉണ്ട്. ഇവിടെ ജ്വല്ലറി വർക്ക്സ് നടത്തുന്നു. ജ്വല്ലറിയിൽ പല ഗോൾഡിൻ്റെയും ഓർണമെൻറ്റ്സ് ഉണ്ടാക്കുകയും അതിൻ്റെ മിനുക്ക് പണികളൊക്കെ, കട്ടിങ്, അതിൻ്റെ മിനുക്ക് പണികളൊക്കെ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വർക്ക് ചെയ്യുന്ന ആൾ തന്നെയാണ്. ഒരു വൈരാഗ്യത്തിൻ്റെ കാര്യം നമ്മളിതിൽ കണ്ടിട്ടില്ല. പക്ഷേ ഇത് കൃത്യമായിട്ടും ഒരു ഓപ്പറേഷൻസിലൂടെ ഇത്രയും വലിയ ഒരു തട്ടിപ്പ് ചെയ്യുന്നതിലൂടെ ഉണ്ടാകുന്നൊരു സാമ്പത്തിക ലാഭമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ടിട്ടുള്ള ലക്ഷ്യമെന്നാണ് ഇതുവരെയുള്ള അന്വേഷണത്തിൽ പോലീസിന് മനസ്സിലായിട്ടുള്ളത്. അത് രമേശൻ അറേഞ്ച് ചെയ്ത തുകയാണ്. രമേശൻ ഈ മറ്റ് ടീം അംഗങ്ങൾക്ക് ക്യാഷായിട്ട് നൽകിയതാണ്. അല്ല, അവർക്ക് പ്രീവിയസ്ലി കേസുണ്ട്. പക്ഷേ ഇതിന് വേണ്ടിയിട്ട് രമേശൻ വിളിച്ചു വരുത്തിയ ആൾക്കാരാണ്. അവരിലൂടെ ഈ ഒരു കാര്യം ചെയ്യാം എന്നുള്ളതായിരുന്നു. അവരെ അതിൽ പല പ്രതികളും തൃശ്ശൂർ ഭാഗത്തു നിന്നുള്ള ആൾക്കാരാണ്. അല്ല, അങ്ങനെയല്ല. അതിനെ പറ്റിയിട്ട് എനിക്ക് ഇപ്പോൾ പറയാൻ വേണ്ടി കഴിയില്ല. കാരണം അവരുടെ മുൻകാല കേസുകളുടെ സ്വഭാവമൊക്കെ കൃത്യമായി പറഞ്ഞാൽ മാത്രമേ നമുക്കത് പറയാൻ വേണ്ടി കഴിയുള്ളൂ. പക്ഷേ ഇങ്ങനെയൊരു ഒഫൻസിന് വേണ്ടിയിട്ട് അത് ചെയ്യാൻ വേണ്ടി സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അതിനുവേണ്ടി നടക്കുമെന്നുള്ള ഒരു ഉറപ്പിന്മേലാണ് ഈ ഒരു ടീമിനെ അറേഞ്ച് ചെയ്തതെന്നുള്ളതാണ് ഇതുവരെയുള്ള അന്വേഷണത്തിൽ മനസ്സിലായിട്ടുള്ളത്. രമേശൻ കുറച്ച് കാലമായിട്ട് ഇവിടെ കൊടുവള്ളിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. 16-20 വർഷത്തോളമായിട്ട് കൊടുവള്ളിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. പാലക്കാട് സ്വദേശിയാണ്. അതിൽ വിപിൻ, ഹരീഷ്, വിമൽ, അതുപോലെ സിനോയ്, ഇത്രയും 4 പേരാണ് പ്രധാനമായിട്ടും ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അത്തരത്തിൽ ഏതെങ്കിലും വേറെ ആൾക്കാർ ഇതിലേക്ക് ഉള്ളതായിട്ട് നമുക്ക് ഇതുവരെ അന്വേഷണം മനസ്സിലായിട്ടില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും ഇതിൻ്റെ ഒരു വൈഡർ പെർസ്പെക്റ്റീവിനെ പറ്റിയിട്ടും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കാരണം അന്വേഷണം ഇവിടെ കൊണ്ട് തീരുന്നില്ല. ഇതിൽ അതെ, സിനോയയുടെയാണ് പ്രധാനമായിട്ടും നമ്മൾ അന്വേഷിക്കുന്നത്. അത്രയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ കേസിലെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത്
ഈ ഒരു കൃത്യം പ്ലാൻ ചെയ്തത് അത്ര ക്യാമറയൊന്നും ഇല്ലാത്തൊരു സ്ഥലത്തും ഒരു സമയവും നോക്കിയിട്ടാണ് ഈ ഒരു ഒഫൻസ് പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ ആ ഒഫൻസ് രജിസ്റ്റർ ചെയ്ത സമയം മുതൽ തന്നെ നമ്മുടെ ഒരു ടീം വളരെ ആക്റ്റീവായിട്ട് അതിൻ്റെ പുറകിൽ നിന്നതുകൊണ്ട് തന്നെ ആ ഒഫൻസിന് ശേഷം ഉണ്ടാകുന്ന ഒരുപാട് സർക്കംസ്റ്റാൻസസ്, അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല, ആ പരിശോധനയിലൂടെയാണ് ഇങ്ങനൊരു ഒഫൻസ് ചെയ്യാമാണെങ്കിൽ അതിന് സാധ്യതയുള്ള ആൾക്കാരെ പറ്റിയിട്ടുള്ള വിശദമായിട്ടുള്ള പരിശോധനയിലൂടെയാണ് നമുക്ക് പ്രതികളിലേക്ക് എത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. അതൊക്കെ അന്വേഷണത്തിൻ്റെ ഒരു ഭാഗത്തേക്ക് കൂടുതലായിട്ട് പോകേണ്ടതുകൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. പക്ഷേ അവരുടെ മൂവ്മെൻറ്റ്സ്, അവർ കൃത്യമായിട്ട് അതിന് ശേഷം നടത്തിയ കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ പോലീസിന് കൃത്യമായിട്ടുള്ള അറിവുണ്ട്. അത് കൃത്യമായിട്ടും അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തും. ഇവരെ തമ്മിൽ മുൻപും കൂടെ അറിയുന്ന ആൾക്കാരാണ്, സുഹൃത്തുക്കളാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നാട്ടുകാരും കൂടെയാണ്. ഇതിൽ 1.75 കിലോഗ്രാം ഗോൾഡാണെന്നാണ് പരാതിക്കാരൻ്റെ മൊഴിയിലുള്ളത്. അതിൻ്റെ ബഹുഭൂരിപക്ഷം ഗോൾഡ് നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ അതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് അന്വേഷണം തുടർന്നുണ്ടാവും. ഈ പ്രതികളുടെ പക്കൽ നിന്ന് തന്നെയാണ്, പലയിടങ്ങളിലായിട്ട് പ്രതികളുടെ പക്കൽ നിന്നാണ് ഗോൾഡ് കണ്ടെത്തിയിട്ടുള്ളത്. ആ സംഭവമാണ് ഞാൻ പറഞ്ഞത്. ഏകദേശം 1.3 കിലോഗ്രാമോളം ഗോൾഡ് ഇതുവരെ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇല്ല, ഇതുവരെ ഉള്ളതിൽ നമ്മൾക്ക്, കാരണം അത് ടൈമിലുള്ള പോലീസ് ആക്ഷൻ ആയതുകൊണ്ട് തന്നെ ഗോൾഡ് അതേ രീതിയിൽ തന്നെ കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് തുറന്നുള്ള അന്വേഷണത്തിലൂടെ അത് തിരിച്ചറിയുകയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പ്രൊസീജിയർ ചെയ്യും. അതെ അതെ. പ്രതികളെ തൃശ്ശൂർ ജില്ലയിൽ വെച്ചാണ് നമ്മൾ അറസ്റ്റ് ചെയ്തത്. CCTV ദൃശ്യം ഈ കേസിലേക്ക് നിർണായകമായിട്ട് ഒരു ഭാഗമായിരുന്നു. പക്ഷെ അത് മാത്രമല്ല, അതിലുപരിയായിട്ട് ഇങ്ങനെ ഒരു സാധ്യതകളെ പറ്റിയിട്ടുള്ള ഒരു ഇൻഡ്യൂഷൻ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാധ്യതയെ പറ്റിയിട്ടുള്ള ഒരു അനാലിസിസ് കൂടിയാണ് ആ പ്രതിയെ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് CCTV അന്വേഷണം നടത്താനുള്ള ഒരു കാര്യം. 4 പ്രതികളെയാണ് കൊടുവള്ളി കേസിൽ, ഇപ്പോൾ കവർച്ചാ കേസിൽ പിടികൂടിയിരിക്കുന്നത്. 4 പ്രതികളെ പിടികൂടിയ വിവരം വരെ ഇപ്പോൾ കൊടുവള്ളിയിൽ എത്തിച്ചിട്ടുണ്ട്. ആ വിവരം വടകര റൂറൽ SP വിശദീകരിക്കുകയായിരുന്നു മാധ്യമങ്ങളോട്.